വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല മൗത്ത് വാട്ടറിങ് റെസിപ്പി ആയിട്ടാണ്. ബട്ടർ ബണ്ണ്, പ്രത്യേകിച്ച് പത്തനംതിട്ടക്കാരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് ഈ ബട്ടർ ബണ്ണ് അല്ലെങ്കിൽ ക്രീം ബണ്ണ്. നമ്മൾ ഏത് ബേക്കറി പോയാലും ഇതുണ്ടോ എന്ന് നോക്കും, അത്രയ്ക്ക് ഫേവറേറ്റ് ആണ് ഈ ക്രീം ബണ്ണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ എളുപ്പമാണ് ഈ ഒരു ബണ്ണ് അല്ലെങ്കിൽ ക്രീം ബണ്ണ് ഉണ്ടാക്കാനായിട്ട്. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ 1/4 കപ്പ് വാം വാട്ടർ, ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ ഈസ്റ്റ്, ഒരു 1.5 ടേബിൾ സ്പൂണാണ് പഞ്ചസാര, ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോഴത്തേക്കിന് ഈസ്റ്റൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒരു 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, നമുക്ക് വേണമെങ്കിൽ ബട്ടർ വേണേലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഈ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. 1/4 കപ്പ് വെള്ളം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് നമ്മൾ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു കിച്ചൺ ടോപ്പിലിട്ട് നന്നായിട്ട് 10 മിനിറ്റ് നന്നായിട്ട് നമ്മൾ പൊറോട്ടയൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല മയമാക്കി എടുക്കണം. ഇതേപോലെ കുറച്ച് നമുക്ക് മൈദയുടെ പൊടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നല്ല മയത്തിൽ ഇത് കുറച്ച് നേരം ഒന്ന് കുഴച്ചെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് ഇതേപോലെ നന്നായിട്ട് നീഡ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതേപോലെ കുറച്ച് പൊടി വിതറിയിട്ട് നമ്മൾ ലാസ്റ്റ് നല്ല മയമാകുന്നിടം വരെ ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കണം. ഇടയ്ക്ക് നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ അറിയുന്നുണ്ട് ഇതേപോലെ വിട്ട് വരുവാണെങ്കിൽ ഇത് മാവ് ആയിട്ടില്ലെന്നാണ് അർത്ഥം. നമ്മളതൊരു 10 മിനിറ്റ് മിനിമം എങ്കിലും ഇങ്ങനെ ഇതേപോലെ കുഴച്ചാൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ബണ്ണ് റെഡിയായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം ഏകദേശം മാവ് നല്ല മയമായി വരുന്നുണ്ട്. ഇനി 2-3 മിനിറ്റും കൂടെ ഒന്ന് ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാവ് റെഡിയായി. അപ്പോൾ നമ്മൾ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഒരു 3 മണിക്കൂർ നമ്മളിത് മാവ് പൊങ്ങാനായിട്ട് വെക്കും. അതിന് മുമ്പ് കുറച്ചൊരു സൺഫ്ലവർ ഓയിൽ ഒന്ന് മുകളിലൂടെ ഒന്ന് തടവിയിട്ട് വേണം വെക്കാനായിട്ട്. 3 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവൊക്കെ അടിപൊളിയായിട്ട് ഡബിൾ സൈസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനി ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ 1 മണിക്കൂറിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ, പെട്ടെന്ന് തന്നെ മാവ് നമുക്ക് പുളിച്ച് കിട്ടും. ഇനി ഇത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഓരോ ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കണം. വീണ്ടും ഞാൻ കിച്ചൺ ടോപ്പിലിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്കിത് ചെറിയ ചെറിയ ബോളുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ബോൾ പിടിക്കുന്ന പോലെ ഇതേപോലെ അകത്തോട്ടിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് കണ്ടല്ലോ, ഇങ്ങനെ നല്ല സോഫ്റ്റ് ബോളാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇങ്ങനെ ഓരോ ബോളും അതേപോലെ ആക്കിയിട്ട് വെച്ച് കൊടുക്കണം. ഒരു 30 മിനിറ്റ് വരെ നമ്മളിതൊന്ന് പൊങ്ങാനായിട്ട് വെക്കണം. നേരത്തെ പോലെ തന്നെ ഇച്ചിരി അകത്തി വെക്കണം കേട്ടോ. ഇത് അല്ലെങ്കിൽ ഇത് ബോളെല്ലാം ഇത് പുളിച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇത് തമ്മി ഒട്ടും. അങ്ങനെ ബട്ടർ ബണ്ണിനുള്ള ബോളെല്ലാം ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 30 മിനിറ്റ് അടച്ച് വെച്ചിട്ട് പൊങ്ങാൻ വെക്കണം. അപ്പോൾ നമ്മൾ 30 മിനിറ്റ് എന്ന് പറഞ്ഞത് ഞാൻ വന്നപ്പോഴത്തേക്കിന് 45 മിനിറ്റ്സ് ആയിപ്പോയി. അപ്പോൾ ഒരുപാടങ്ങ് വലിയ ബോളായിപ്പോയി. അപ്പോൾ ഇനി ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ബോളാക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൂടെ വെച്ചതിന് ശേഷമാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. അപ്പം ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി 5 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ചെറു തീയിലിട്ട് വേണം നമ്മൾ ഈ ബണ്ണ് വേവിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അകം വേവത്തില്ല. അങ്ങനെ ഓരോ ബോളും ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല പഞ്ഞി പൊണക്കത്തെ ബണ്ണ് കിട്ടും, ഒരു ടെൻഷനും വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഓരോ 1 സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ചെറിയ ബോളുകളിൽ പിടിച്ചാലും നമുക്ക് കുറച്ചുകൂടെ ചെറിയ ബണ്ണുകൾ കിട്ടും. ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അതങ്ങ് വലുതാകും. ചെറു തീയിൽ വേണം നമ്മൾ ഈ ബണ്ണ് ഫ്രൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ബണ്ണിൻ്റെ അകവശം വേഗത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ
പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബണ്ണ് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനി നമുക്കിനി പാത്രത്തിലോട്ട് മാറ്റാം. അതേപോലെ തന്നെ ബാക്കി ബണ്ണെല്ലാം ആദ്യം വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബട്ടർ ബൺ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഫില്ല് ചെയ്യാനുള്ള ക്രീം ആദ്യം നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ബട്ടർ ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാൻ 100 ഗ്രാം അമൂലിൻ്റെ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തേക്കുന്നത്. അത് കുറച്ച് നേരം വെളിയിൽ വെച്ചതിന് ശേഷമാണ് നമ്മളിത് ബീറ്റ് ചെയ്യാൻ എടുക്കുന്നത്. നോർമൽ സ്പൂണോ ഫോർക്ക് വെച്ചോ നമുക്കിതിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ നന്നായിട്ട് ഫ്ലഫി ആകുന്നിടം വരെയും നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഓരോ ടേബിൾ സ്പൂൺ വെച്ച് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിതിനകത്ത് വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒക്കെ നമുക്കിതിന് വേണ്ടി യൂസ് ചെയ്യാം. പക്ഷേ ആ ബട്ടർ ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതൊരു വേറെ തന്നെയാണ്. അങ്ങനെ ഓരോ ടേബിൾ സ്പൂണും ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം. ഒരുമിച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ഫ്ലഫി ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ബട്ടർ ക്രീം റെഡി ആയിട്ടുണ്ട്. വാവ്, കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ കൊതി കാരണം പെട്ടെന്ന് ബട്ടർ ബൺ തണുക്കാതാണ് ഈ ക്രീം ഇട്ട് കൊടുത്തത്. അപ്പോൾ എല്ലാവരും ബട്ടർ ബൺ തണുത്തതിന് ശേഷം മാത്രമേ ഈ ക്രീം ഫില്ല് ചെയ്യാവൂ, അല്ലെങ്കിൽ അതങ്ങ് മെൽട്ടായിപ്പോവും. അങ്ങനെ നമ്മുടെ ബട്ടർ ക്രീമും ബണ്ണും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബണ്ണ് കംപ്ലീറ്റ് ആയിട്ട് തണുക്കാതായിരുന്നു ഞാൻ ഈ ബട്ടർ ക്രീം ഫില്ല് ചെയ്തത്. നിങ്ങൾ നോക്കൂ എത്ര സോഫ്റ്റാണ് ഈ ബണ്ണെന്ന്, ഭയങ്കര സോഫ്റ്റാണ്. അപ്പം നമ്മളിത് തണുക്കാതെ ഫില്ല് ചെയ്തുകൊണ്ട് ഇത് ബട്ടർ ക്രീം ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് മെൽറ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും തണുത്തതിന് ശേഷം മാത്രം ഈ ബട്ടർ ക്രീം ഫില്ല് ചെയ്യുക. നമ്മൾ കൊതി സഹിക്കാൻ വയ്യാതായിരുന്നു നേരത്തെ കഴിച്ചത്. അപ്പോൾ നമ്മുടെ ബട്ടർ ബണ്ണിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.